ഇപ്പോഴത്തെ രാഷ്ട്രീയം SDPIയുടെ പിന്തുണ ആർക്ക് എന്നുള്ള ചോദ്യമാണ്. നേരത്തെ തന്നെ SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് പരസ്യമായി SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് SDPIയുടെ പിന്തുണ വേണ്ട എന്നാണ്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത്. ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം എല്ലാം വിശദമായി ചർച്ച ചെയ്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്ന് നിലപാട് സ്വീകരിക്കണം എന്നതായിരുന്നു നമ്മുടെ ചർച്ച. അത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തു. കാരണം തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന പൗരന്മാരും ആശങ്കയിൽ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലമാണ്. ഈ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്തെന്ന് നിരന്തരം ചർച്ച ചെയ്തതിനു ശേഷം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുക എന്ന ഒരു നിലപാടിലേക്ക് എത്തി. അപ്പോൾ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു പൊതു പ്രയോഗത്തിനപ്പുറത്ത്, കാരണം CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്ന നിലയിലാണ് നമ്മുടെ പ്രഖ്യാപനം വന്നത്. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് രണ്ട് മുന്നണികളും ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ അംഗസംഖ്യയുടെ പ്രശ്നത്തിനപ്പുറത്ത് വ്യത്യസ്തങ്ങളാണെന്ന അഭിപ്രായം പാർട്ടിക്കില്ല. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച്, ഞങ്ങൾ ചർച്ച ചെയ്ത്, ഞങ്ങൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതിനോട് ഒരു രാഷ്ട്രീയ സമീപനമല്ല UDF കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അവർ സ്വതന്ത്രമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമായിരുന്നു. ഇപ്പം മറ്റ് സ്ഥാനാർത്ഥികളാണെങ്കിൽ ഇപ്പം NK പ്രേമേന്ദ്രനും K മുരളീധരൻ അടക്കമുള്ളവർ വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ SDPIയുടെ വോട്ട് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊരു ഒരു ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. ഒന്ന്, കഴിഞ്ഞ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടി വളരെ ഗൗരവത്തോടെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ഒരു പാർലമെൻറ്റിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ 14 മണ്ഡലങ്ങൾ നിർണായകമാണ്. പാർട്ടിയുടെ വോട്ട് നിർണായകമാണ്. അത് 2014 2014 ശേഷം പാർട്ടിയുടെ വളർച്ച 4 ഇരട്ടിയായിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തിലെ പ്രാതിനിധ്യം ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ 2ാം സ്ഥാനത്ത് വന്ന ത്രിതല പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം അതിനേക്കാൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പാർട്ടി കേഡർമാരുടെ എണ്ണം വർദ്ധിച്ചു, മെമ്പർമാരുടെയും അനുഭാവികളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഓരോ വ്യക്തിയെയും പാർട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇത്തരം വോട്ട് ഒരു പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ടാകണം അതോ മാത്രമല്ല, പാർട്ടി സ്വീകരിച്ച നിലപാട് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തൊരു പ്രഖ്യാപിത നിലപാടാണ്. അപ്പോൾ ആ പ്രഖ്യാപിത നിലപാടിനോട് സ്വീകരിച്ച സമീപനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സമീപനമല്ല എന്ന ബോധ്യം കൊണ്ടായിരിക്കണം ഇവരെല്ലാം ഇത്തരം പരാമർശം നടത്തിയത്. RSSനെ ഭയന്നിട്ടാണോ ഒരുപക്ഷെ കോൺഗ്രസ് ഈ പിന്തുണ പിൻവലിച്ചതെന്ന് തോന്നുന്നു? അത് ഞങ്ങളിതൊന്നും ഇരുന്ന് ചർച്ച ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വ്യക്തിഗത നിരീക്ഷണമായിരിക്കുമല്ലോ ഞാൻ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ബോഡി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ നിലപാടിലേക്ക് പോകാൻ പറ്റുക. പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട ഉൾപ്പെടെ സർവ്വതും സംഘപരിവാർ നിശ്ചയിച്ച് കൊടുക്കുന്നുവെന്ന ഒരു വലിയ അപകടം നിലനിൽക്കുന്നുണ്ട്. RSS നിശ്ചയിക്കുന്ന സംഘപരിവാർ, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനോ അവരുടെ അജണ്ടകൾക്കോ അനുസൃതമായി മാത്രം രാഷ്ട്രീയ അജണ്ടകൾ രാഷ്ട്രീയ അജണ്ട എന്നല്ല, സർവ്വ അജണ്ടകളും ക്രമീകരിക്കുന്നതിലേക്ക് രാജ്യത്തിൻ്റെ സാമൂഹ്യ സ്ഥിതിയും രാഷ്ട്രീയ നേതൃത്വം എത്തിപ്പെട്ടിട്ടുണ്ട്. അത് രാജ്യത്തെ സംബന്ധിച്ച് ഒരു വലിയ അപകടമാണ്. കാരണം ഒരു ആശയടിത്തറയുള്ള ഒരു ബദൽ കൊണ്ട് ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തെ അതിജീവിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിന് പകരം RSSൻ്റെ താല്പര്യത്തിനോടൊപ്പം സഞ്ചരിച്ച് കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടാണ് കണ്ടുപോരുന്നത്. വയനാട്ടിലാണെങ്കിലും ശരി, ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ കൊടി പോലും ഉപയോഗിച്ചിട്ടില്ല. അതൊരു പേടിച്ചിട്ട് RSSനെ ഭയന്നിട്ടാണ്. ഇവിടെ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, ഒരു പാർട്ടിയെ സംബന്ധിച്ച രാഷ്ട്രീയ അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട്. ഒരു പൗരനെ സംബന്ധിച്ചുണ്ട്, ഓരോ സാമൂഹ്യ വിഭാഗത്തെ സംബന്ധിച്ചുണ്ട്, മതവിഭാഗങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പതാക
ഏത് പാർട്ടിയെ പോലെ തന്നെ വൈകാരികമായ ഒരു അടയാളപ്പെടുത്തലാണല്ലോ പതാക. അവരാദരിക്കുന്ന ഒരു അവരുടെ അടയാളമാണ് പതാക. അത് ഉപേക്ഷിക്കണം എന്ന ഒരു താല്പര്യത്തിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ സൃഷ്ടിച്ച ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. അതിന് വിധേയമായ നിലപാടിലേക്ക് സാമ്പ്രദായിക പാർട്ടികൾ, അത് ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല, സാമ്പ്രദായിക പാർട്ടികൾ എത്തി എന്നതിൻ്റെ ഒരുപാട് സാക്ഷ്യപ്പെടുത്തലുകളുടെ ഭാഗം തന്നെയാണ് ഇതും. ഈ വി ഡി സതീശനും എം ഹസനും പരസ്യമായി പറഞ്ഞു SDP പിന്തുണ വേണ്ട എന്ന്. ഇപ്പോഴും കോൺഗ്രസിന് തന്നെ പിന്തുണ നൽകുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒറ്റയ്ക്ക് ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു ചോദ്യമല്ല. നമ്മളൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് സിസ്റ്റമാണ്, കൂടിയാലോചന മാത്രമാണ് കാര്യങ്ങൾ പറയുക. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് അവർ പറഞ്ഞത് പാർട്ടി ചർച്ച ചെയ്യും. പിന്നെ അടിയന്തരമായി നാളെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രതിസന്ധിയൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. കാരണം ഞങ്ങൾ ഇലക്ഷൻ വർക്കല്ല തീരുമാനിച്ചത്, വോട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് 26-ാം തീയതിയാണ്. അതിപ്പോൾ 22-ാം തീയതി തീരുമാനിച്ചാലും 23-ാം തീയതി തീരുമാനിച്ചാലും നിലപാട് പറയാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടിയന്തര സ്വഭാവത്തിലൊരു മീറ്റിംഗ് കൂടേണ്ടതില്ല, എന്നാലും വൈകാതെ കൂടും, ചർച്ച ചെയ്തൊരു നിലപാടിലേക്ക് എത്തും. ഈ UDF കോൺഗ്രസിന് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് LDFിലേക്കുള്ളൊരു പിന്തുണയ്ക്ക് സാധ്യതയുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 30ഓളം ആളുകൾ വരുന്ന വലിയൊരു ബോഡിയാണ്. വളരെ ജനാധിപത്യപരമായ നീണ്ട ചർച്ചകൾ നടക്കും. അത്തരം ചർച്ചകളിലൂടെ രൂപപ്പെടുന്ന ഒരു തീരുമാനം എന്താണോ അതായിരിക്കും പാർട്ടിയിലെ നിലപാട്. UDFിൻ്റെ പ്രഖ്യാപനം നമ്മൾ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യും, സീരിയസ് ആയി തന്നെ ചർച്ച ചെയ്യും. അത് നമ്മൾ ചർച്ച ചെയ്ത് തന്നെയായിരിക്കും ഈ മീറ്റിങ്ങിൽ നിലപാട് പറയുക. ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇവർ ഈ പരസ്യമായിട്ട് SDP വോട്ട് വേണ്ട, ഇതിൻ്റെ ഇടപെടലുകളുടെ വോട്ട് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൽ അങ്ങനെയല്ല തോന്നുന്നത്. സത്യത്തിൽ ഈ രാജ്യത്തെ നയിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു പാർട്ടിയുടെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഫാഷിസ്റ്റ് മുന്നണിക്ക് വിരുദ്ധമായിട്ട് ഒരു ഇന്ത്യ മുന്നണി എന്ന സഖ്യം രൂപപ്പെടുത്തി അതിൻ്റെ അമരത്തുള്ള ഒരു പാർട്ടിയുടെ ഈ ഇത്തരം ഒരു ദുർബലമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയപാപ്പരത്വം, ഒരു നിലപാടില്ലായ്മ, അതാണ് നമുക്ക് തോന്നുന്നതിൽ. രണ്ട് കാര്യം ഇപ്പോൾ നമുക്കറിയാം. ശിവസേന ഇന്ത്യ മുന്നണിയിലുണ്ട്. ശിവസേനയുടെ ഒക്കെ ചരിത്രം നമുക്കറിയാമല്ലോ. ആ ശിവസേനയെ കൂടെ നിർത്തുന്നവരാണ് ഇത്. മറുഭാഗത്ത് ശിവസേനയുടെ കലാപം കൊണ്ടാണ് ശിവസേന നമ്മൾ അറിയുന്നത്, അതിൻ്റെ നിലപാട് കൊണ്ടാണ്. മറുഭാഗത്ത് അടിസ്ഥാന വിഭാഗത്തിന് സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഇത്തരമൊരു സമീപനമാണ് പൊതുവെ സ്വീകരിക്കുക. അതൊരു പ്രധാന സംഗതിയാണത്. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം എന്താണ്? കേരളത്തിൽ UDFിന് രൂപം കൊടുത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിൻ്റെ MLA-മാരുടെ അംഗസംഖ്യത്തോട് തത്തുല്യമായി നിൽക്കാൻ ത്രാണിയുള്ളൊരു പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടിൽ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ സ്വാധീനമുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടയാളങ്ങളെ പോലും ആശങ്കയോടെ കാണുന്ന ഒരു അസ്തിത്വമില്ലായ്മ, നിലപാടില്ലായ്മ. അതിനുള്ള ഇവിടുത്തെ സാമ്പ്രദായിക പാർട്ടികളുടെ ഇത്തരം നിലപാടുള്ള ആശങ്കയാണ് നമുക്ക് ഇതിലൂടെ ബോധ്യമാകുന്ന പ്രകടനം. മറുഭാഗത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. അതൊരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഇവിടുത്തെ ഭയപ്പെടുന്ന ഇവിടുത്തെ ഉപരിവർഗം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വാദവും ആവശ്യവും അതിനുവേണ്ട സമരങ്ങൾ, ഇടപെടലുകൾ എപ്പോഴും ന്യൂനപക്ഷം വരുന്നവർ ആശങ്കയുടെയും അതിൻ്റെ എതിർ ക്യാമ്പയിൻ നടത്തുന്നൊരു പശ്ചാത്തലമുണ്ട്. വരേണ്യവർഗത്തിൻ്റെ ബൗദ്ധിക നിയന്ത്രണത്തിലായ സാമ്പ്രദായിക പാർട്ടികളുടെ ഒരു പരാജയം കൂടിയാണ് ഇത്തരം സമീപനങ്ങൾ. എന്തായാലും UDF ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ 30 അംഗ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് എന്തായാലും SWC സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം ചേരും, മീറ്റിംഗ് ചേരും. അതിലൊരു പക്ഷേ തീരുമാനം മാറിയേക്കാം. അതിൽ രൂപപ്പെടുന്ന തീരുമാനം പ്രഖ്യാപിക്കും. LDFന് ഒരു പക്ഷേ അതിൽ ഈ ചർച്ചയിലൂടെ രൂപപ്പെടുന്ന നിലപാടുണ്ടാവുമല്ലോ, ആ നിലപാട് പ്രഖ്യാപിക്കും. എന്തായാലും SWCയുടെ യോഗത്തിന് ശേഷമായിരിക്കും ഇനിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുക എന്നാണ് SDP സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.